ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നലെ എനിക്ക് ഡിന്നറിന് കബ്സായിരുന്നു. അപ്പോൾ ഞാൻ കബ്സ മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് അത്ര സക്സസ് അല്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്കൊരു 4 ഏലക്കായും പിന്നെ 3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യൂമിൻ സീഡ്, അതും എല്ലാം ഇട്ടിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റുക. അതൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കബ്സ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം അതിൻ്റെ പച്ചമണമെല്ലാം മാറി എണ്ണ തെളിയുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതിങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതും ഇട്ടിട്ട് പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് പോരെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ചിക്കൻ ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴറ്റണം. ആ ഒരു മസാലയും ചിക്കനെല്ലാം ഒന്ന് മിക്സ് ആവണം. ഇനി ചിക്കനിൽ ആവശ്യത്തിനുള്ള നോക്കിയിട്ട് ഉപ്പ് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ആ ചിക്കനും മസാല എല്ലാം ഒന്ന് ചിക്കനിലേക്ക് മസാല എല്ലാം ഒന്ന് പിടിക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഒഴിക്കാം, പക്ഷെ എന്നോട് അത് മറന്നുപോയതാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി ആ തക്കാളിൻ്റെ ഒരു പച്ച ടേസ്റ്റെല്ലാം ഒന്ന് മാറുന്ന വരെ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് പച്ചമണമെല്ലാം പോയി തക്കാളിയെല്ലാം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, എല്ലാം വെന്ത്. ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 കപ്പിന് 1-1.5 വെച്ചിട്ട് 6 കപ്പ് വെള്ളം വേണം. അപ്പം ഞാനിപ്പോൾ ഒരു 4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അത് തിളക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ആ വെള്ളത്തിൽ നിന്ന് ചിക്കനൊന്ന് കുക്കാട്ടെ. അപ്പോൾ ഞാനിതാ 4 കപ്പ് ബസ്മതി റൈസ് എടുത്ത് കുറച്ച് നേരം കഴുകി ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഒരു ഓൾമോസ്റ്റ് ഒരു 80% കുക്കായിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ വെന്തുടയുന്ന ഒരു സമയം വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും വീണ്ടും. അപ്പോൾ ആ ചിക്കൻ മാത്രം ഒന്ന് ഊറ്റിയെടുക്കുക ആ വെള്ളത്തിൽ നിന്ന്. ചിക്കനെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എത്ര വെള്ളം ഉണ്ട് നോക്കണം. 6 കപ്പ് വെള്ളം എന്തായാലും നമുക്കിതിലേക്ക് വേണം. അപ്പോൾ ഞാനൊന്ന് അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസിലുള്ളവർക്ക് അളക്കേണ്ട ആവശ്യമില്ല, ഒരു ഏകദേശം നോക്കിയിട്ട് അരിയിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ എനിക്ക് എപ്പോഴും അളന്നിട്ട് നമുക്കെല്ലാം കറക്റ്റ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അളന്നെടുത്ത് 5 കപ്പോളം വെള്ളം ഉണ്ടായിനും. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 കപ്പ് കറക്റ്റായി. പിന്നെ ഇതിലേക്കൊരു ഉണങ്ങിയ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ഡ്രൈഡ് ലെമൺ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് RKGയും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും, ചെറുനാരങ്ങാനീരും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു കഷ്ണം ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പെല്ലാം ഉണ്ടോ നോക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ 4 കപ്പായിരിക്കും ഞാൻ 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ വെള്ളം അവിടെ നമ്മൾ തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ വേറൊരു ബൗളിലോട്ട് ഞാനൊരു ഇത്തിരി ഉപ്പും പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടതാണല്ലോ. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളമൊന്നും ഒഴിച്ചിട്ട്
ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക, ഒരു മസാല പോലെ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് മെല്ലെ ഒന്ന് പൊടിഞ്ഞു പോവാതിരിക്കുക നോക്കുക, കാരണം ഇത് ഓൾറെഡി കുക്കായതാണല്ലോ. എന്നിട്ട് മെല്ലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കൂടുതലൊന്നും നമ്മൾ ഫ്രൈ ആക്കി എടുക്കില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താ പറയുക മുളക് പൊടിൻ്റെയും കുരുമുളകിൻ്റെ എല്ലാം ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി ഒന്ന് മുരിയിച്ചെടുക്കൂലേ, അത്ര ചെയ്താൽ മതി. അങ്ങനെ മെല്ലെ നോക്കിയിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കി നമുക്കിതവിടെ അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതൊരു പകുതി മുക്കാലോളം ഈ ചോറ് വെന്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി വെക്കണം. കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്. വീണ്ടും നമുക്കതവിടെ മൂടി വെക്കാം. അപ്പോൾ ആ സമയം നമുക്കിതാ ചിക്കനൊന്ന് പൊരിക്കാനിടാം. ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ചൂടായതിന് ശേഷം ഓരോ പീസ് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കുക. ആ ഒരു മുളക് പൊടിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി മാത്രം, കൂടുതൽ ഇട്ട് പൊരിക്കണ്ട. രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ആ സമയം ചോറ് നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയ തീയില വെച്ചിട്ടുള്ള. അപ്പോൾ എല്ലാം നല്ലോണം ഓക്കെ ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ. ആ വെള്ളവും അരിയെല്ലാം നല്ല കറക്റ്റ് അളവേനും. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കനെല്ലാം ഒന്ന് കോരി മാറ്റി ഈ ചോറിൽ മേലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ചോറ് കണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് നേരം കൂടി വെച്ചപ്പോൾ നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പീസസ് എല്ലാം ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി അവിടെ വെക്കുക. എല്ലാം നല്ലോണം ഒന്ന് കവർ ചെയ്ത് മൂടി 5 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് അവിടെ വെക്കാം. ഓക്കെ, അവിടെ നിന്ന് ഇതിങ്ങനെ ദമ്മാട്ടെ. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി കബ്സ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കബ്സ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു, നല്ല എന്താ പറയുക, ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ സെപ്പറേറ്റും വിളമ്പാം, ചിക്കനും ചോറും വേറെ ആക്കിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.